ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുണ്ടായ വെളിപ്പെടുത്തലിനും പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്കൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾ ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോഴിതാ വിഷയത്തിൽ നടൻ പ്രശാന്ത് അലക്സാണ്ടർ നടത്തിയ പ്രതികരണം സമൂഹ മാധ്യമത്തിൽ വലിയ വൈറലാവുകയാണ്. ചെറുപ്പത്തിൽ ഞാൻ നല്ല തടിയനായിരുന്നു. പരീക്ഷയ്ക്ക് വേറെ ക്ലാസ്സുകളിലാണല്ലോ ഇരിക്കുക. സീനിയേഴ്സിന്റെ കൂടെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ 2 ചേട്ടന്മാരുടെ ഇടയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും. എനിക്ക് നല്ല വണ്ണമുണ്ടായിരുന്നു. ഈ ചേട്ടന്മാരുടെ ഒരു തമാശ, എന്നെ കാണുമ്പോൾ എൻ്റെ മാറിൽ കയറി പിടിക്കും. വണ്ണമുള്ളവരെ കാണുമ്പോഴുള്ള ഒരു രസം. ആദ്യത്തെ ദിവസം തന്നെ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ അമ്മാച്ചന്മാർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഇവർക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹം തോന്നാൻ മുൻപരിചയം ഒന്നുമില്ലല്ലോ. വേദനിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് സ്നേഹമല്ലെന്നും അവർ എന്തോ തമാശ കാണിക്കുന്ന പോലെ ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കുന്നത്. അവർ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയായി. ആ ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ പോകണമല്ലോ എന്ന പേടി. നിങ്ങൾക്കും വേണമെങ്കിൽ ചോദിക്കാം, ടീച്ചർമാരോട് പരാതി പറഞ്ഞുകൂടെ എന്ന്. എൻ്റെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ടീച്ചേഴ്സ് റൂമിൻ്റെ അടുത്തുവരെ നടക്കും. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ടീച്ചർ ഇനി ഇക്കാര്യം അവരോട് ചോദിച്ചിട്ട് അവർ പിന്നീട് എന്നെ എന്തെങ്കിലും ചെയ്താലോ? ക്ലാസ്സിലും സ്കൂളിലുമല്ലേ ടീച്ചർക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിയൂ, പുറത്തോ? അതുകൊണ്ട് ഞാൻ അത് ചിരിച്ച് വീട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സഹിക്കും. പക്ഷേ ഇത് എനിക്കൊരു ട്രോമ തന്നിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാകും ഞാൻ ചിലപ്പോൾ ഒരു സീനിയറെ തള്ളിയിട്ടുണ്ടാവുക, ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഞാൻ ദുർബലനല്ല എന്ന് കാണിക്കാൻ ശ്രമിച്ചാണ് ഞാൻ ആ സ്കൂളിലെ ലീഡറായത്. ഞാൻ ലീഡറായപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. മീറ്റു ക്യാമ്പയിൻ വന്ന സമയത്ത് ഞാൻ ഒന്ന് ഭയന്നു. ഒരു തമാശ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനൊരു ഹിന്ദി സിനിമ ചെയ്തപ്പോൾ അർജുൻ കപൂർ ഉൾപ്പെടെ ഞങ്ങൾ 5 കഥാപാത്രങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഈ ഷൂട്ടിന്റെ ഏകദേശം അവസാനത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഭാര്യമാരായി അഭിനയിക്കുന്നവർ സെറ്റിലെത്തുന്നത്. അതുവരെ സ്ത്രീകളില്ലാത്ത സെറ്റായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ ഭാര്യയുടെ കഥാപാത്രം ചെയ്തത് ഒരു മലയാളിയായിരുന്നു. ഞാൻ അവരെ പരിചയപ്പെട്ടു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സീനിയറായ ഒരു നടൻ വന്നു. ആ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പിള്ള എന്നായിരുന്നു. അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചു. എന്താ പിള്ളേ, ഭാര്യ വന്നല്ലോ, ഇന്നത്തെ പരിപാടി എന്താ? സിനിമ കാണാൻ പോകുന്നുണ്ടോ? ഡിന്നർ ഒരുമിച്ചാണോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ക്യാരക്ടർ വച്ച് അദ്ദേഹം ഒരു തമാശ പറഞ്ഞതാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സംവിധായകൻ എന്നെ വിളിപ്പിച്ചു. ആ ആക്ടർ എന്താണ് ഈ നടിയോട് മോശമായി പെരുമാറിയത് എന്ന് എന്നോട് ചോദിച്ചു. കാസ്റ്റിംഗ് ഏജൻസിയിൽ പരാതി പോയി. അവിടെ നിന്ന് പ്രൊഡക്ഷനിൽ വിളിച്ച് അവർ നേരിട്ട് വിഷയം സംവിധായകന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇക്കാര്യം പരിഹരിച്ച് ഷൂട്ട് തുടർന്നാൽ മതിയെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. അതാണ് എന്നെ വിളിച്ചത്. ഇതിനെയൊക്കെ ഇത്ര സീരിയസ് ആയി എടുക്കണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അവരോട് ചോദിച്ചു, അദ്ദേഹം ഒരു തമാശയായി പറഞ്ഞതല്ലേ, ഇത്ര ഗൗരവമായി പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇതിവിടെ പരാതിപ്പെട്ടില്ലെങ്കിൽ ഇതിനപ്പുറത്തെ ഡയലോഗ് അയാൾ പറഞ്ഞാൽ എന്തു ചെയ്യും എന്നായിരുന്നു അവരുടെ മറുപടി. ഇവർക്ക് ഇതിനു മുമ്പ് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തമാശകളിൽ തുടങ്ങി വളരെ മോശപ്പെട്ട കമന്റുകളിലേക്ക് പോയ അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രശാന്ത് പറയുന്നു. അതേസമയം ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകണം. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പരിഹാരം എന്ന് ചിന്തിക്കരുത്. തെറ്റുകൾ സംഭവിക്കാതെ വരണം. അങ്ങനെ സംഭവിച്ചാൽ തുറന്നു പറയാനുള്ള ധൈര്യം തോന്നുന്ന തരത്തിൽ വ്യവസ്ഥിതി വളരണം, പ്രശാന്ത് വ്യക്തമാക്കി.